കണ്ണാടിയിൽ പോയി നോക്കണം. ആ കണ്ണാടിയിൽ പോയി നിന്നിട്ട് നിവർന്ന് നിന്നിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളെ നോക്കിയിട്ട് നിങ്ങൾ നിവർന്ന് നിന്നിട്ട് ഇങ്ങനെ നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങൾ പറയണം, നിങ്ങളോട് പറയണം, ഇതാണ് ഞാൻ, ഇതാണ് ഞാൻ. ഇങ്ങനെ പറയണം. എങ്ങനെ പറയണ്ട്? ഇതാണ് ഞാൻ. പക്ഷെ എല്ലാവരും പറയണത് അങ്ങനെയാണോ? പലരും കണ്ണാടിന് മുന്നിൽ പോയിട്ട് എന്താ പറയണത് അറിയോ? കണ്ണാടി മുന്നിൽ പോയിട്ട് കണ്ണാടിക്ക് നോക്കിയിട്ട് ഇതാണോ ഞാൻ, ഇതാണോ ഞാൻ, കറുത്തിട്ടാണ്. എടീ കറമ്പി, എടാ കറമ്പ എന്ന് ആരെയും വിളിച്ചാൽ അവിടെ സങ്കടപ്പെട്ട് തല താത്തി മുഖം ആകെ വിഷമിച്ച് പുറകോട്ട് പോരല്ല വേണ്ടേ. ഇടി കറമ്പി എന്ന് ചോദിച്ചാൽ നിവർന്ന് നിൽക്കണം, 3 സ്റ്റെപ്പ് മുന്നോട്ട് നിൽക്കണം. ചോദിച്ച ആളോട് മുഖത്ത് നോക്കി ചോദിക്കണം, യെസ് യെസ് ഞാൻ കറുത്തിട്ടാണ്, സോ വാട്ട്, അതുകൊണ്ട് എന്താ, ഞാൻ കറുത്തിട്ടാണ്. ഇടി തടിച്ചി അല്ലെങ്കിൽ ഇടാ തടിയാ എന്ന് ചോദിച്ചാൽ അവിടെ സങ്കടപ്പെട്ട് പുറകോട്ട് വരണ്ട, നിവർന്ന് ചോദിക്കണം, യെസ് ഞാൻ തടിച്ചിട്ടാണ്, സോ വാട്ട് എന്നൊന്നും ചോദിക്കണ്ട. നിങ്ങൾ പറയണം ഞാൻ തടിച്ചിട്ടാണ്. അയിന് അതാണ് മക്കളെ. കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ മെലിഞ്ഞിട്ടാണോ തടിച്ചിട്ടാണോ ഇതൊന്നുമല്ല നമ്മുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്, നിങ്ങളുടെ ഐഡന്റിറ്റി പറയുന്നത് നിങ്ങൾ നല്ല കുട്ടിയാണ്, അവൾ നല്ല കുട്ടിയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ നിറം നോക്കിയിട്ടല്ല, ഹൗ ടു ബിഹേവ്, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു അതാണ്. അല്ലാതെ നിറം നോക്കിയിട്ട് ഒരാളുടെ ഐഡന്റിറ്റി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ സമൂഹം അത്ര മോശപ്പെട്ട സമൂഹമാണ് അല്ലേ. പലപ്പോഴും പലരും ലഹരിയുടെ ലോകത്തേക്ക് വരുന്നത് സ്വന്തം സൗന്ദര്യത്തെക്കുറിച്ചുള്ള അപകർഷത. ലോകം മുഴുവൻ അറിയപ്പെടുന്ന നമ്മുടെ അഭിമാനമായിരുന്ന അല്ലേ, ഇന്ത്യയെ ലോകത്തിൻ്റെ മുന്നിൽ മുഴുവൻ അറിയിച്ച നമ്മുടെ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ മഹത്തായ ആ വ്യക്തി മമ്മൂക്കാനെ പോലെ നല്ല സുന്ദരക്കുട്ടനായിട്ട് വെളുത്തു തടിച്ച ആളായിരുന്നു? അല്ലല്ലോ, അല്ല. നിറം കൊണ്ടല്ല അദ്ദേഹം ലോകം അറിഞ്ഞത്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. ഞാൻ